ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 10 തിങ്കളാഴ്ചയാണ്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ലോക്സഭാ ഇലക്ഷന് ശേഷം മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. ഏതായാലും ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ ഫ്യൂച്ചേഴ്സും ഇടിവിൽ തന്നെയാണ്. 10 ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയരുകയുണ്ടായി. ഡോളർ ഇൻഡെക്സ് ഉയർന്നു. ഓയിൽ പ്രൈസുകൾ കഴിഞ്ഞ ആഴ്ചയും നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും മാർക്കറ്റുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാവിലെ നോക്കാനുണ്ട്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യത്തേത്, കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അവകാശം ഉന്നയിച്ചപ്പോൾ തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 72 എംപിമാരും ജൂൺ 9 ഞായറാഴ്ച ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. 72 പേരടങ്ങുന്ന ടീമിൽ 85% ക്യാബിനറ്റ് ബർത്തുകളും BJPക്കാണ്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത ധാരാളം നേതാക്കളായിരുന്നു ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. അമിത്ഷാ, നിതിൻ ഗഡ്കരി, JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ തുടങ്ങിയ 72 എംപിമാർ അതിലുണ്ടായിരുന്നു. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് 2 മന്ത്രിമാർ. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം കോറമണ്ടൽ ഇന്റർനാഷണൽ ആണ്. ജൂൺ 9 ആന്ധ്രാപ്രദേശിലെ കാക്കനഡ സമുച്ചയത്തിൽ കമ്പനി ഒരു പുതിയ നാനോ വളം പ്ലാന്റ് ആരംഭിച്ചു. മറ്റൊരു കമ്പനി എംഫസിസ് ആണ്. IT കമ്പനിയായ എംഫസിസ് ലിമിറ്റഡ് 10.6% ഓഹരികൾ ബ്ലോക്ക് ഡീലിലൂടെ ഒരു ഷെയറിന് 2350 രൂപ അടിസ്ഥാന വിലയ്ക്ക് വിൽക്കാൻ ബ്ലാക്ക് സ്റ്റോൺ ഒരുങ്ങുന്നതായി CNBC TV 18 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു കമ്പനി അദാനി എന്റർപ്രൈസ് ആണ്. അദാനി എന്റർപ്രൈസിന്റെ അനുബന്ധ സ്ഥാപനമായ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 ദശലക്ഷം ടൺ എയർ കാർഗോ കൈകാര്യം ചെയ്തതായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം അതായത് 7% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഇൻഫർമേറ്റിക്സ് സെന്റർ സർവീസസ് ഇൻകോർപ്പറേറ്റഡിൽ നിന്ന് കമ്പനിക്ക് 81.6 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ ലഭിച്ചു. മറ്റൊരു കമ്പനി KEC ഇന്റർനാഷണൽ ആണ്. വിവിധ മേഖലകളിലായി 1061 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴോ അതിനിടയിലോ എന്തൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഞങ്ങളുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ ഇവൻസുകളുള്ള ഒരു കഴിഞ്ഞ ആഴ്ചയാണ് കടന്നുപോയത്. ഇലക്ഷൻ റിസൾട്ടും തുടർന്നുണ്ടായ മാർക്കറ്റിലെ വലിയ ഇടിവും അതിനുശേഷം ഒരു റിക്കവറിയും വെള്ളിയാഴ്ച നടന്ന RBI മോണിറ്ററി പോളിസി പ്രതീക്ഷിച്ചതുപോലെ തന്നെ റേറ്റുകളിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് ഇവന്റ്സ് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. ഈ ആഴ്ചയിലേക്ക് വന്നാൽ ജൂൺ 10 തിങ്കളാഴ്ച യൂറോസോൺ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ഡാറ്റ പുറത്തുവരും. ജൂൺ 11 ചൊവ്വാഴ്ച US ബിസിനസ് ഒപ്റ്റിമിസം ഇൻഡെക്സ് ഡാറ്റ. ജൂൺ 12 ബുധനാഴ്ച ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ്. അന്നേ ദിവസം തന്നെ ഇൻഫ്ലേഷൻ റേറ്റും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും ഇന്ത്യയിൽ നിന്നും പുറത്തു വരാനുണ്ട്. ജൂൺ 13 വ്യാഴാഴ്ച പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഡാറ്റ പുറത്തുവരും. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്. അതിനുശേഷം ജൂൺ 14 വെള്ളിയാഴ്ച ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, WPI ഇൻഫ്ലേഷൻ, ബാലൻസ് ഓഫ് ട്രേഡ് എന്നീ ഡാറ്റകളാണ് പുറത്തുവരുന്നത്. മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. വലിയ വൊളറ്റാലിറ്റിയുള്ള ആഴ്ചയാണ് കടന്നുപോയത്. 2024 ബിഗ്ഗസ്റ്റ് വീക്ക്ലി ഗെയിൻ ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 13% നേട്ടമുണ്ടാക്കിയ ആഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞത്. നിഫ്റ്റി 3% ഉയർന്നു. സെക്ടറുകളിൽ നിഫ്റ്റി IT 4 വർഷത്തിന് ശേഷം ബിഗ്ഗസ്റ്റ് വീക്ക്ലി ഗെയിനേഴ്സ് ആയി മാറി 9% ഉയർന്നത്. M&M, ടെക്കം, HUL, വിപ്രോ എന്നിവ കഴിഞ്ഞ ആഴ്ചയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. നിഫ്റ്റിയിലേക്ക് 23,290 468 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും പോസിറ്റീവ് ക്ലോസ് ചെയ്തു. ഫ്ലാറ്റായി ഓപ്പൺ ചെയ്ത നിഫ്റ്റി പിന്നീട് ഉയർന്ന് ഓൾ ടൈം ഹൈ ലെവലിൽ അരികെ വരെ എത്തി. ഇപ്പോഴും പോസിറ്റീവിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. കാരണം എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അപ്സൈഡിൽ 23,300 മുതൽ 23,400 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,900 ലെവലുമാണ്.
അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. വളരെ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു പിൻ ബാറിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഏതായാലും ബുള്ളിഷ്നെസിന്റെ സൂചന തന്നെയാണ് ഈ ക്യാൻഡിലുകളും നൽകുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 23,300 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 888% വർധനമാണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിൽ 111% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 23,250 സ്ട്രൈക്കിൽ 2,426% ശക്തമായ ലോങ് ബിൽഡപ്പ് തന്നെയാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിൽ 207% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. അടുത്തത് 23,350 സ്ട്രൈക്കിൽ 1,421% വർധനവാണ്. പുട്ട് സൈഡിലുള്ളത് ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 63% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡാണ് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,803 511 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. 10-day മൂവിംഗ് ആവറേജിന് അരികെ എത്തി സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി തിരികെ കയറിയത്. 50,500 ഒരു റെസിസ്റ്റൻസ് ആവാനും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,200 ഡേ ക്യാൻഡിൽ നോക്കിയാൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 50,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 51,000 അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 49,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000. ഇന്ത്യ വിക്സിലേക്ക് 16.88 0.49% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെയും F&O സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം റെയ്മണ്ട് ഇൻട്രാഡേയിൽ 5,579 എൻട്രി എടുത്തു, 5,850 വരെ അപ്പായി. 4.6% നമുക്ക് ഇൻട്രാഡേയിൽ മാത്രം പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ബമ്പർ ഹിറ്റായ സ്റ്റോക്ക് ബിർള മണിയായിരുന്നു. ഇൻട്രാഡേയിൽ 147 എൻട്രി എടുത്ത് 158.4 വരെ അപ്പായി. 7.2% പ്രോഫിറ്റ് ഒരു സൂപ്പർ ഹിറ്റായ സ്റ്റോക്കുമായി മാറി ബിർള മണി. അടുത്തത് GE ഷിപ്പ് ആയിരുന്നു. ഏപ്രിൽ 24 1,085 എൻട്രി എടുത്ത് 1,190 വരെ അപ്പായി. 8.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് മാന്യവർ ആയിരുന്നു. മെയ് 8 988 നിന്നും 1,117 വരെ അപ്പായി. 11.5% നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് സിയൻറ്റ് ആയിരുന്നു. മെയ് 27 1,805 എൻട്രി എടുത്ത് 1,921 വരെ അപ്പായി. 6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഓട്ടോ ആക്സിലസ് ആയിരുന്നു. മെയ് 2 1,955 നിന്നും 2,049.8 വരെയാണ് അപ്പായത്. 4.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് EID പാരി. മെയ് 29 669 നിന്നും 722 വരെയാണ് അപ്പായത്. 7.3% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് അവന്തി ഫീഡ്സ് ആയിരുന്നു. മെയ് 2 581 നിന്നും 610 വരെ അപ്പായി. 4.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ദേവയാനി ആയിരുന്നു. മെയ് 7 167.8 എന്ന റേഞ്ചിൽ നിന്നും 176.9 വരെ അപ്പായി. 5.1% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ഹർഷയായിരുന്നു. മെയ് 22 മസ്റ്റ് ട്രൈ എന്ന രീതിയിൽ നൽകിയതാണ്. 493 നിന്നും 533 വരെ അപ്പായി. 7.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഹോർനെറ്റ് ആയിരുന്നു. ജൂൺ 6 52,296 നിന്നും 53,399 വരെ അപ്പായി. 2.1% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ബ്രിഗേഡ് ആയിരുന്നു. ജൂൺ 6 1,322 നിന്നും 1,369 വരെ അപ്പായി. 3.4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ലിൻഡെ ഇന്ത്യ ആയിരുന്നു. ഇൻട്രാഡേയിൽ 8,415 നിന്നും 8,789 വരെ അപ്പായി. 4.3% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു.
F&O സെഗ്മെന്റിൽ ഡോക്ടർ റെഡ്ഡി 6000 CE ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 16.7% നമുക്ക് പ്രോഫിറ്റായി മാത്രം ലഭിച്ചത്. 150 നിന്നും 180 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. അടുത്തത് ബയോകോൺ ആയിരുന്നു. മെയ് 24 327.9 നിന്നും 341 വരെ അപ്പായി. 3.8% സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. നല്ല പ്രോഫിറ്റ് തന്നെയായിരുന്നു F&Oയിൽ നമുക്ക്. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIS വീണ്ടും ബൈയിങ്ങിലേക്ക് തിരികെ എത്തിയ ദിവസമായിരുന്നു വെള്ളിയാഴ്ച. 4391 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്ത്. DIs ആവട്ടെ 1289 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുകയും ചെയ്തു. FIS ബൈയിങ്ങിലേക്ക് തിരികെ എത്തി എന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. US മാർക്കറ്റിലേക്ക് പ്രതീക്ഷിച്ചതിലും ശക്തമായ US ജോബ്സ് ഡാറ്റ ശക്തമായ സമ്പദ് വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം വാൾസ്ട്രീറ്റിലെ ഓഹരികൾ വെള്ളിയാഴ്ച നേരിയ തോതിൽ ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.23% ഇടിഞ്ഞു. S&P 500 0.11% ഇടിഞ്ഞു. ഡൗ ജോൺസ് 0.22% ഇടിയുകയും ചെയ്തു. ലേബർ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് അനുസരിച്ച് US സമ്പദ് വ്യവസ്ഥ മെയ് മാസത്തിൽ ഏകദേശം 2,72,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇത് 1,85,000 എന്ന അനലിസ്റ്റ് എസ്റ്റിമേറ്റുകളേക്കാൾ വളരെ കൂടുതലാണ്. തൊഴിലില്ലായ്മ നിരക്ക് 4% വരെ എത്തി. ഇതോടെ മാർക്കറ്റുകൾ ഇടിയാനുള്ള ഒരു കാരണവും ഇതായി. കൂടാതെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.44 ഉയർന്നപ്പോൾ ഡോളർ ഇൻഡെക്സും 105 ഉയർന്നു. ഇനി CME ഫെഡ് വാച്ച് റൂൾ പരിശോധിച്ചാൽ സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 56% കുറഞ്ഞിരിക്കുന്നു. വ്യാഴാഴ്ച അത് 68%. ഇനി ഇൻവെസ്റ്റേഴ്സ് ഈ ആഴ്ച കാത്തിരിക്കുന്ന ഡാറ്റകൾ US ഇൻഫ്ലേഷൻ ഡാറ്റയും ഫെഡറൽ റിസർവ് പോളിസി മീറ്റിംഗുമാണ്. കഴിഞ്ഞ ആഴ്ച US മാർക്കറ്റുകൾ ഉയരുകയായിരുന്നു. S&P 500 1.32% കഴിഞ്ഞ ആഴ്ച ഉയർന്നത്. നാസ്ഡാക്ക് ആണ് വലിയ നേട്ടമുണ്ടാക്കിയത്, 2.38%. ഡൗ 0.29% നേട്ടവും ഉണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 2.68% ഉയർന്നു. വിപ്രോ 2.55% ഉയർന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.78% ഉയർന്നപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്ത്. മേക്ക് മൈ ട്രിപ്പ് ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.04% ഇടിവിലും S&P 500 0.07% ഇടിവിലും നാസ്ഡാക്ക് 0.06% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച US മാർക്കറ്റുകളിലുണ്ടായ ഇടിവ് യൂറോപ്യൻ മാർക്കറ്റുകളിലും കാണാമായിരുന്നു. പുതിയ US തൊഴിൽ ഡാറ്റയും യൂറോപ്യൻ യൂണിയൻ സെൻട്രൽ ബാങ്കിന്റെ പുതിയ പലിശ നിരക്ക് തീരുമാനങ്ങളും കാരണം യൂറോപ്യൻ മാർക്കറ്റുകളും ഇടിഞ്ഞിരുന്നു. UK മാർക്കറ്റ് FTSE 0.48% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.48% തന്നെ ഇടിവിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.51% ഇടിവും സ്റ്റോക്ക് 600 0.16% ഇടിഞ്ഞുമാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.09% ഇടിവിലും CAC 0.23% ഇടിവിലും FTSE 0.21% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ നിക്ഷേപകർ ചൈനയിൽ നിന്നുമുള്ള സാമ്പത്തിക ഡാറ്റയും ജപ്പാന്റെ ഹൗസ് ഹോൾഡ് സ്പെൻഡിംഗ് നമ്പേഴ്സിനോടും ഇപ്പോൾ മിക്സഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6:45 ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,267.50 എന്ന നിലയിലാണ്. 62.50 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 40 മുതൽ 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.36% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.10% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.88% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ OPEC പ്ലസ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുമ്പോഴും ഡിമാൻഡ് കുറയുമെന്ന ആശങ്കകൾ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച തുടർച്ചയായ മൂന്നാമത്തെ പ്രതിവാര നഷ്ടം രേഖപ്പെടുത്തി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $79.70 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.33% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $75.61 പെർ ബാരൽ എന്ന നിലയിൽ 0.11% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.